നമ്മുടെ വീടുകളിലൊക്കെയുള്ള അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമ്പോൾ ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ അടുത്തുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നല്ല ക്ലിനിക്കിലോ പരിചയമുള്ള ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുക കേട്ടോ. എന്നിട്ട് അവരുമായി സ്ഥിരമായിട്ട് ആ ഡോക്ടറിനെ തന്നെ കാണുക. ആ ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ആ ഡോക്ടർ പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ പോകുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർ നൽകുന്ന ട്രീറ്റ്മെൻറ്റുകളോ അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്കൊന്നും അറിയാൻ സാധിക്കുകയില്ല. പക്ഷെ നമുക്കൊരു പരിചയമുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. ഒരു 60 വയസ്സാകുമ്പോൾ തൊട്ട് ഒരു പരിചയമുള്ള ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ബാക്കിയുള്ള ജീവിതകാലത്ത് മുഴുവൻ ആ ഡോക്ടറുടെ ചികിത്സ കണ്ടിന്യൂ ചെയ്യുക. അല്ലാണ്ട് ഇതിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത്ര ചിലവായിരിക്കും. പിന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചികിത്സാ രീതികൾ, രോഗികൾക്കും ബുദ്ധിമുട്ട്, വയസ്സായ ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് ഓപ്പറേഷനുകൾക്ക് വരുമ്പോൾ. അപ്പം നമുക്ക് പല ഹോസ്പിറ്റലുകളിലും ഒരു പണം മാത്രം നോക്കിയാണ് ചികിത്സിക്കണേ. അപ്പോൾ പരിചയമുള്ള ഡോക്ടർമാരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. അപ്പോൾ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് നല്ലൊരു ഡോക്ടറിനെ കണ്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഭാവിയിൽ നല്ലതായിരിക്കും.